25 വർഷത്തിലധികമായി നീളുന്ന പ്രശ്നമാണ് സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം. പദ്ധതിക്കായി സ്ഥലം വിട്ടു നൽകിയ ആളുകളാണ് ദുരിതത്തിലായിരിക്കുന്നത്. സ്ഥലത്ത് കല്ലിട്ട് പോയെങ്കിലും ഇവർക്ക് പണം ലഭിച്ചിട്ടില്ല. സർക്കാർ ഭൂമിയായതിനാൽ ഈ സ്ഥലം ഉപയോഗിക്കാനും സാധിക്കില്ല. 3 പതിറ്റാണ്ടിനടുത്തായി ഈ ദുരിതം സഹിക്കുകയാണ് നൂറുകണക്കിന് കുടുംബങ്ങൾ. കളമശ്ശേരി HMT റോഡ് മുതൽ എയർപോർട്ട് വരെ 14.5 കിലോമീറ്ററാണ് റോഡ് നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം. HMT NAD ഭൂമി ഏറ്റെടുക്കലായിരുന്നു പദ്ധതിയിലെ പ്രധാന പ്രശ്നങ്ങൾ. HMT ഭൂമി ലഭിക്കുന്നതിനായി കെട്ടിവെക്കേണ്ട 18,77,27,000 രൂപ സർക്കാർ അനുവദിച്ചു. NADയുടെ ഭൂമി ലഭിക്കാനുള്ള 23 കോടി ഉടൻ അനുവദിക്കുമെന്നാണ് മന്ത്രി P. രാജീവിന്റെ വാക്കുകൾ. പദ്ധതി നീണ്ടുപോകുന്നതിനാൽ ബുദ്ധിമുട്ടിലാകുന്നത് ഭൂമി വിട്ടുകൊടുത്ത് കാത്തിരിക്കുന്ന സാധാരണ ജനങ്ങളാണ്. സർക്കാർ ഏറ്റെടുത്ത് കല്ല് നാട്ടിയതിനാൽ ഈ ഭൂമി വിൽക്കാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ സാധിക്കില്ല. അതേസമയം തന്നെ ഇവർക്കുള്ള പണവും ലഭിച്ചിട്ടില്ല. ഇതൊരു 27 വർഷത്തോളമായി ഞങ്ങൾ ഇതിൻ്റെ പുറകെ തന്നെ നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മക്കളെ കെട്ടിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീടുകൾ ഒക്കെ ഇടിഞ്ഞു വീഴാറായി, ഒന്നിനും ഇതെല്ലായിടത്തും കണ്ടിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ ആത്മഹത്യയുടെ വക്കിലാണ് ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. ഒരുപാട് പേര് ഇത് മോഹിച്ചിരുന്ന് മരിച്ചുപോയവരുണ്ട്. വിഷയത്തിൽ പ്രതിഷേധവുമായി ജനങ്ങൾ നിരവധി തവണ അധികാരികളെ സമീപിച്ചു. കളക്ട്രേറ്റിൽ നടത്തിയ സമരമാണ് ഏറ്റവും ഒടുവിലത്തേത്. NADയിൽ നിന്ന് 21,434 സ്ക്വയർ മീറ്റർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. കഴിഞ്ഞ മാർച്ചിൽ ഭൂമി അനുവദിച്ച് ഉത്തരവായിരുന്നു. ഇതിനുള്ള തുക അനുവദിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മാത്രമാണ് മന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. ഏത് വികസനത്തിന്റെ പേരിലായാലും 27 കൊല്ലത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അങ്ങേയറ്റം ക്രൂരതയാണ്. ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം വേണം. ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. നിരവധി ആളുകളാണ് കളമശ്ശേരി ആലുവ മേഖലയിൽ ലോൺ എടുത്ത് ജപ്തി നടപടി നേരിടുന്നത്. പലർക്കും കടങ്ങളും അനവധിയാണ്. കയ്യിലുള്ള ഭൂമി വിറ്റ് ബാധ്യത തീർക്കാനാണ് പലരുടെയും ആലോചന. പക്ഷേ പദ്ധതിക്കായി ഏറ്റെടുത്ത ഭൂമി ആയതുകൊണ്ട് കാത്തിരിക്കാനേ ഇവർക്ക് കഴിയും. ഈ ഭൂമി ഇതേമാതിരി റോഡിൻ്റെ പേരും വന്ന് കല്ലിട്ട് പോയിട്ട് പല സമയത്തും പല ഉദ്യോഗസ്ഥന്മാരും ആൾക്കാരും ഒക്കെ വന്ന് ഇപ്പോൾ ശരിയാവെന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 27 കൊല്ലത്തോളം ഇന്നുവരെ ഒരു കാര്യം തരില്ല. അതിനിടയ്ക്ക് ഞാനാണ് ഇങ്ങനെ അസുഖം ബാധിച്ചിരിക്കുന്നത്. 6 കൊല്ലത്തോളമായി. ഹസ്ബൻഡിന് സുഖമില്ലാണ്ടിരിക്കുകയാണ്. പൈസക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. സ്ഥലം വിറ്റിട്ട് ഒരുപാട് കടബാധ്യതയുണ്ട്. ട്രീറ്റ്മെൻറ്റിന് നല്ല പൈസ ചിലവാണ്. 30 കൊല്ലം ജീവിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ റോഡ് വന്നെന്ന് പറഞ്ഞ കാരണം. അപ്പോൾ മോൻ ഇവനാണെങ്കിൽ ഒരു വൈകല്യമുള്ള ആളാണ്, പഠന വൈകല്യമുള്ള, പഠിച്ചിട്ടില്ല. അപ്പോൾ അവന് ജോലിയൊന്നുമില്ല. അപ്പോൾ അവന് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവനൊരു വീട് വേണമല്ലോ. കല്ലും ഇട്ട് പോയതാണ് അവർ. ഇന്ന് വരെയായിട്ടും ഒരു തീരുമാനം ഉണ്ടാക്കുമോ, അതിനുള്ള പൈസ തരുമോ, മറ്റുള്ള പരിപാടികളൊന്നും അവർ ചെയ്തിട്ടില്ല. ഞങ്ങളിത് കളയാനും പറ്റില്ല, റിപ്പയർ ചെയ്യാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പരിസ്ഥിതിയിലാണ്. ഇപ്പോൾ വീടെല്ലാണെങ്കിൽ എല്ലാം ചോർന്നൊലിച്ച് ലോൺ എടുത്താലും കിട്ടൂല. ലോൺ എടുത്തവരെല്ലാവരും പലരും ഇപ്പോൾ ജപ്തി ഭീഷണി നേരിട്ടിരിക്കുകയാണ്. എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാൻ വയ്യാതെ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ ജപ്തിയുടെ വക്കീൽ വരെ ആയി. ഞങ്ങൾ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നവരാണ്. നമുക്കത് ബാങ്കിൽ അടഞ്ഞു പോകാനുള്ള നിവൃത്തിയില്ല. ഈ ടോപ്പ് 10 സ്പെഷ്യൽ വാർത്ത റിപ്പോർട്ട് ചെയ്ത് AT അശ്വതി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. അശ്വതി, HMT NAD ഭൂമികൾ വിട്ടുകിട്ടുന്നതായിരുന്നു സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ടത്തിലെ പ്രധാന പ്രശ്നം. എന്നാൽ അക്കാര്യത്തിൽ നിലവിൽ തീരുമാനമായിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇനി വേണ്ടത് ഫണ്ടാണ്. അക്കാര്യത്തിൽ ഒരു പൂർണ്ണ പരിഹാരമുണ്ടാകാനാണ് നാട്ടുകാർ കാത്തിരിക്കുന്നത്, അല്ലേ അശ്വതി? സീപോർട്ട് എയർപോർട്ട് റോഡിന്റെ രണ്ടാം ഘട്ട വികസനമാണ് ഇപ്പോൾ സ്തംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കളക്ട്രേറ്റിന് മുൻപിൽ നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് 7-ാം തീയതി ഒരു യോഗം വെച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ ഒരു തീരുമാനം ആക്കാം എന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്ന കാര്യം. പക്ഷേ അതിലൊരു അന്തിമ തീരുമാനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതിൽ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 18,77,00,000 രൂപയോളം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അത് HMTയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ്. പക്ഷേ നേവൽ ആംഡ് ഡിപ്പോയുടെ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഇനിയും പണം ആവശ്യമാണ്. ഏകദേശം 23 കോടി രൂപയോളമാണ് സ്ഥലം ഏറ്റെടുപ്പിന് മാത്രമായിട്ട് വേണ്ടത്. പക്ഷേ അതിനോട് അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് കൂടി നോക്കുകയാണെങ്കിൽ 30 കോടിക്ക് മുകളിലാണ് ഇതിൻ്റെ ചെലവ് വരിക. നിലവിൽ 23 കോടിയാണ് നമ്മൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് 23 കോടിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് ഉടൻ അനുവദിക്കുമെന്നാണ് മന്ത്രി P. രാജീവ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരിക്കുന്നത്.
അതുകൂടി കഴിഞ്ഞാൽ മാത്രമാണ് ഈ സ്ഥലം ഏറ്റെടുപ്പിലെ വലിയ 2 പ്രതിസന്ധികൾ പൂർത്തിയാവുകയുള്ളൂ. അതിലൊരു തീരുമാനമുണ്ടാവുകയുള്ളൂ. എന്തായാലും അതുകൂടി കഴിഞ്ഞാൽ മാത്രമാണ് 2ാം ഘട്ടം എവിടേക്ക് പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. എന്തായാലും നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണ്, പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ വലിയ പ്രതീക്ഷയിലാണുള്ളത്. തീർച്ചയായും നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ഒരിക്കലും മങ്ങരുത് എന്ന് തന്നെയാണ് ഞങ്ങൾക്കും ആഗ്രഹം. അതിനായിട്ടുള്ളൊരു കാത്തിരിപ്പിൽ തന്നെയാണ് നാട്ടുകാർ. എന്തായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് AT അശ്വതിയാണ്.